എഥനോൾ വെള്ളത്തിൽ കലർത്തിയാൽ ഗ്യാസിന് പകരം ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. E20 ഇന്ധനത്തിന്റെ വ്യാപനത്തോടൊപ്പം രാജ്യത്ത് എഥനോളിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിന് പകരം വെക്കാനാകുന്ന ഇന്ധനമെന്ന നിലയിൽ എഥനോൾ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ ഇന്ധനം വീണ്ടും ചർച്ചയാവുകയാണ്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ നടത്തിയ പ്രസ്താവനയെ തുടർന്നാണ് എഥനോൾ വീണ്ടും ചർച്ചകളിൽ ഇടം നേടിയിരിക്കുന്നത്. 7% എഥനോൾ വെള്ളത്തിൽ കലർത്തിയാൽ അത് പാചക ഇന്ധനമായി ഉപയോഗിക്കാമെന്നും LPGക്ക് സമാനമായി ഇത് സ്റ്റൗവിൽ ഉപയോഗിക്കാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. LPGയേക്കാൾ വില കുറഞ്ഞതും രാജ്യത്ത് സുലഭവുമായ എഥനോൾ വരും ഭാവിയിൽ പാചക രംഗത്ത് വ്യാപകമാകുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ ഈ വാദം ശാസ്ത്രീയമായി എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കാമെന്നത് സത്യമാണ്. വാഹന ഇന്ധനങ്ങളിലടക്കമുള്ള പല മേഖലകളിലും ഇത് ഉപയോഗിച്ചു വരുന്നുമുണ്ട്. എന്നാൽ വെള്ളത്തിൽ വളരെ ചെറിയ അളവിൽ എഥനോൾ കലർത്തിയാൽ അത് നേരിട്ട് പാചക ഇന്ധനമായി ഉപയോഗിക്കാനാകുമെന്നത് അത്ര ലളിതമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഊർജ്ജ മൂല്യവും പ്രധാനമാണ്. പെട്രോളിനെയും LPGയെയും അപേക്ഷിച്ച് എഥനോളിന്റെ ഊർജ്ജ സാന്ദ്രത കുറവാണ്. അതായത് ഒരേ അളവിൽ ഇന്ധനം ഉപയോഗിച്ചാൽ LPGയോ പെട്രോളോ നൽകുന്നത്ര ചൂടോ പ്രവർത്തനക്ഷമതയോ എഥനോളിൽ നിന്ന് ലഭിക്കണമെന്നില്ല. അതിനാൽ തന്നെ എഥനോൾ ഉപയോഗിക്കുന്ന അടുപ്പുകൾക്ക് പ്രത്യേക രൂപകൽപ്പന ആവശ്യമാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഉയർന്ന സാന്ദ്രതയിലുള്ള എഥനോൾ പാചകത്തിനും വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേക സംഭരണ സംവിധാനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നുണ്ട്. മദ്യത്തിലെ ആൽക്കഹോളിന്റെ കൂടുതൽ ശുദ്ധമായ രൂപമാണ് എഥനോൾ. ഇത് കത്താൻ എഥനോളിലെ ആൽക്കഹോൾ ഓക്സിജനുമായി പ്രതികരിക്കണം. എന്നാൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാകുമ്പോൾ ഈ പ്രതികരണം തടസ്സപ്പെടുന്നു. അതിനാൽ തന്നെ തീ പിടിക്കുന്ന ശേഷിയും കുറയും. സാധാരണയായി 70 മുതൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയ എഥനോൾ ലായനികൾക്കാണ് സ്ഥിരമായി കത്താനുള്ള കഴിവുള്ളത്. അതിനേക്കാൾ താഴ്ന്ന സാന്ദ്രതയിലുള്ള ലായനികളിൽ തീ പിടിക്കുമെങ്കിലും അത് ദീർഘനേരം നിലനിൽക്കണമെന്നില്ല. അതിനാൽ തന്നെ കേന്ദ്രമന്ത്രിയുടെ 7% എഥനോൾ വെള്ളത്തിൽ കലർത്തിയാൽ പാചകമിന്ധനമാക്കാം എന്ന പരാമർശം ചർച്ചയാവുകയാണ്. കാരണം 5 മുതൽ 7% വരെ ആൽക്കഹോൾ അടങ്ങിയ മറ്റൊരു ദ്രാവകമാണ് ബിയർ. കേന്ദ്രമന്ത്രി പറഞ്ഞ തത്വം പ്രയോഗിച്ചാൽ ബിയറിനും ഇന്ധന ഗുണമുണ്ടാകണം എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒരു ബദൽ ഇന്ധനമെന്ന നിലയിൽ ഏറെ സാധ്യത എഥനോളിനുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ 7% എഥനോൾ വെള്ളത്തിൽ കലർത്തി പാചകമിന്ധനമായി ഉപയോഗിക്കാമെന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത് പ്രായോഗികമാകുക എന്നത് ശാസ്ത്രീയമായി വിലയിരുത്തേണ്ട വിഷയമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വെറും പ്രചാരണ വാചകങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യവും സാങ്കേതികപരമായ പരിമിതികളും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പലരും ഈ വിഷയത്തെ വിമർശിക്കുന്നു. അതേസമയം നിതിൻ ഗഡ്കരിയെ പോലൊരു പ്രമുഖ വ്യക്തിത്വം പാചക ഇന്ധനമായി എഥനോളിനെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച പരാമർശം നടത്തിയത് വെറുതെ ആയിരിക്കില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ മേൽ കൃത്യത വരുത്തുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നവരുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.